അറ്റാക്ക് തടയാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് കൊളസ്ട്രോൾ കുറയ്ക്കൽ മാത്രമല്ല കേട്ടോ. നമ്മളുടെ രക്തധമനികൾ ഓരോ സെക്കൻഡിലും അതിനെതിരെയുള്ള ഒരു ശത്രുവിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് രക്തധമനികൾക്കകത്തെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. ബ്ലോക്ക് തടയണമെങ്കിൽ ഈ നീർക്കെട്ട് ഇല്ലാതാക്കണം. അപ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നീർക്കെട്ടുള്ള ഭാഗത്ത് കൊളസ്ട്രോൾ പോയിട്ട് അടിഞ്ഞു കൂടുകയാണ്. അത് പതുക്കെ ബ്ലോക്കിലേക്ക് പോകും. നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാന കാരണം നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഷുഗറാണ്. അത് പഞ്ചസാരയാവാം, ഭക്ഷണത്തിലൂടെ അല്ലാതെ കിട്ടുന്ന റിഫൈൻഡ് ഷുഗറുകളാവാം, പിന്നെ ബേക്കറിയിൽ നിന്നും ഇതൊക്കെ കിട്ടുന്ന ഷുഗർ വേറെ ഉണ്ട്. അത് ലാബിൽ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഫ്രക്ടോസ്, ഡെക്സ്ട്രോസ്, മാൾട്ടോഡെക്സ്ട്രിൻ, കോൺ സിറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ശരിക്ക് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ബോംബുകളാണ്. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര പരമാവധി ഒഴിവാക്കും. ഡെസേർട്സിനും സ്നാക്സിനൊക്കെ പകരം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ രക്തധമനികളിൽ പഞ്ചസാരയുടെ ആക്രമണം നേരിട്ട് കൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മളെല്ലാം നല്ലോണം ഫുഡും കഴിക്കും. അതുകൊണ്ട് ഫുഡ് കൺട്രോൾ വഴി